നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ വിദേശത്ത് നിന്നും എത്തുന്ന പ്രവാസികൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ യാത്രാചട്ടങ്ങൾ വിരുദ്ധമായി പ്രവാസികളെ 14 ദിവസം ഹോം ക്വാറന്റൈന് നിർബന്ധിക്കുന്നുവെന്ന് പരാതി ഉയരുകയാണ്. വിമാനത്താവളത്തിലെ പരിശോധനയിൽ നെഗറ്റീവാണെങ്കിൽ 14 ദിവസം സ്വയം നിരീക്ഷണം മതിയെന്നാണ് ചട്ടം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായി പലരെയും ഹോം ക്വാറന്റൈനിൽ കഴിയണമെന്ന് നിർബന്ധിക്കുന്നുവെന്നാണ് ഉയർന്ന ആക്ഷേപം. ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലെത്തിയ പല പ്രവാസികൾക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഫെബ്രുവരി 22 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയിരിക്കണം. ഗൾഫിൽ നിന്നുൾപ്പെടെ എല്ലാ അന്താരാഷ്ട്ര യാത്രക്കാരും എയർ സുവിധ പോർട്ടലിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിനൊപ്പം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും വേണം. ഇത് മാത്രമല്ല, യാത്ര ചെയ്യുന്നതിന് 72 മണിക്കൂറിനുള്ളിലാണ് കോവിഡ് ടെസ്റ്റ് നടത്തേണ്ടത്. ചെക്ക് ഇൻ സമയത്ത് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. യാത്രക്കാർ നാട്ടിലെ വിമാനത്താവളത്തിലെത്തുമ്പോൾ പണം അടച്ച് മോളിക്കുലാർ പരിശോധന നടത്തിയിരിക്കണം എന്നൊക്കെയാണ് മറ്റുള്ള നിർദ്ദേശങ്ങൾ. ജനിതകമാറ്റം വന്ന കോവിഡ് വൈറസിനെ കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധനയാണ് മോളിക്കുലാർ ടെസ്റ്റ് എന്നതിലൂടെ കരുതുന്നത്. ഫലം നെഗറ്റീവ് ആകുന്നവർ 14 ദിവസത്തെ സ്വയം നിരീക്ഷണത്തിൽ കഴിയുകയാണ് വേണ്ടത്. എന്നാൽ ബ്രിട്ടൻ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ രാജ്യങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങൾ വഴിയോ മറ്റ് വിമാനത്താവളങ്ങൾ വഴിയോ വരുന്ന ട്രാൻസിറ്റ് യാത്രക്കാർ നാട്ടിലെ വിമാനത്താവളത്തിൽ നിന്ന് നെഗറ്റീവായാലും 7 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയണം. ചെറിയ ലീവുകൾക്കായി നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് ഇത് കടുത്ത തലവേദനയാണ് നൽകുന്നത്. ഇതിന് പിന്നാലെ വ്യാപക പരാതിയും ഉയർന്നു. എയർപോർട്ടിലെത്തുന്ന പ്രവാസികളിൽ പലർക്കും ദുരനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. നയത്തിന് വിരുദ്ധമായുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതായുള്ള പരാതികളും ഉയരുകയാണ്. ഇതിനുശേഷം പരിശോധന നടത്തി നെഗറ്റീവായാൽ അവർക്ക് പിന്നെയും 7 ദിവസം സ്വയം നിരീക്ഷണം വേണം. ഇങ്ങനെയൊക്കെയാണ് ചട്ടമെന്നിരിക്കെയാണ് ചെറിയ അവധിക്ക് ഗൾഫിൽ നിന്ന് നേരിട്ട് നാട്ടിലെത്തുന്ന പ്രവാസികളോട് 14 ദിവസം പിന്നെയും വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയണമെന്ന് പലയിടത്തും നിർദ്ദേശിക്കുന്നത്. കുടുംബത്തിലെ ആരെങ്കിലും മരിച്ചാൽ അടിയന്തര യാത്രയ്ക്ക് മാത്രമാണ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ ഇളവ് നൽകുക. ഇവർ നാട്ടിലെ എയർപോർട്ടിലെത്തുമ്പോൾ കോവിഡ് ടെസ്റ്റ് നടത്തണം. അതിനിടെ പുതിയ ചട്ടങ്ങൾ പ്രവാസികൾക്കേറെയും സാമ്പത്തിക ബാധ്യതയും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുന്നെന്ന് വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇതിനെ തുടർന്ന് പ്രവാസി സംഘടനകൾ കോടതിയിലേക്ക് നീങ്ങുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ യാത്രാചട്ടങ്ങൾക്കെതിരെ കേരള ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രവാസി ലീഗൽ സെൽ വ്യക്തമാക്കി. കോവിഡ് കാലത്തെടുത്ത വിമാന ടിക്കറ്റുകളുടെ തുക റീഫണ്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ PLC പൊതുതാൽപര്യ ഹർജിയും സമർപ്പിച്ചിരിക്കുന്നു. ഈ ഹർജിയിലാണ് വിമാന ടിക്കറ്റ് തുക പൂർണ്ണമായും തിരിച്ചു നൽകണമെന്ന് സുപ്രീം കോടതി വിമാന കമ്പനികളോട് ഉത്തരവിട്ടത്. ഗൾഫിൽ നിന്ന് കോവിഡ് വാക്സിൻ എടുത്ത് നാട്ടിലെത്തുന്നവരും ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള നടപടിക്ക് വിധേയരാകണമെന്നതടക്കമുള്ള ചട്ടങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പ്രവാസി ലീഗൽ സെൽ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ വിവിധ പ്രയാസങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന പ്രവാസികൾക്ക് കനത്ത സാമ്പത്തിക ബാധ്യതയും സമ്മർദ്ദവും നൽകുന്നതാണ് പുതിയ ചട്ടങ്ങൾ. ആയതിനാൽ തന്നെ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.